الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد قال الله تعالى في قرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا صدق الله العظيم قال رسول الله صلى الله عليه وسلم والله لا يؤمن والله لا يؤمن والله لا يؤمن قيل من يا رسول الله قال الذي يأمن جاره بوائقه أو كما قال عليه الصلاة والسلام പ്രിയമുള്ള ബഹുമാന്യ വിധികർത്താക്കളെ, സ്നേഹനദികളായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മദീനയിൽ ഒരു കേസിൻ്റെ വിചാരണ നടക്കുകയാണ്. ഖലീഫ ഉമറാണ് ന്യായാധിപൻ. വാദിയാവട്ടെ ഈജിപ്തിലൊരു കോപ്പിറ്റ് വംശജൻ. പ്രതിപക്ഷത്ത് നിൽക്കുന്നത് ഈജിപ്തിൻ്റെ ഗവർണറായ അംർ ഇബ്നുൽ അസിൻ്റെ പുത്രൻ. ഒരു കുതിരപ്പന്തയത്തിൽ പെട്ടെന്നുള്ള പ്രകോപനത്തിൽ തൻ്റെ പിതാവിൻ്റെ ആ അധികാരം തനിക്ക് അഭയം നൽകുമെന്നുള്ള ചിന്തയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിയോഗിയെ മർദ്ദിച്ചു. വിവരം ഖലീഫ ഉമറിൻ്റെ സന്നിധിയിലെത്തി. വിളിച്ചു വരുത്തി, അംറുൽ അസിനെ വിളിച്ചു വരുത്തി ശക്തമായി തന്നെ ശകാരിച്ചു. എന്നിട്ട് തൻ്റെ മകനെ തിരിച്ചടിപ്പിക്കാനുള്ള വിധിയും കൽപ്പിച്ചു. എന്നിട്ട് ഉമർ റളിയല്ലാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മതസ്തഅബത്തുമുന്നാസ വഖദ് വലദത്തുഹും ഉമ്മഹാതുഹും മഹറാറ. എന്നു മുതൽക്കാണ് നിങ്ങൾ മനുഷ്യനെ അടിമകളാക്കി തുടങ്ങിയത്? അവരുടെ ഉമ്മമാർ അവർക്ക് സ്വതന്ത്രമായി ജന്മം നൽകിയതല്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യാവകാശങ്ങളെ കാറ്റിൽ പറത്തി തൻ്റെ ചൊൽപ്പടിക്ക് കൂട്ടി നിൽക്കാത്തവരെ അതിക്രമത്തിലൂടെ വംശീയ ഉന്മൂലനം നടത്തി സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും മൂർത്തീഭാവങ്ങളായി ഉറഞ്ഞു തുള്ളുന്ന ആദിമാധുനിക ഹിറ്റ്ലർമാർക്കും ഫറാവോമാർക്കുമുള്ള മൂർച്ചയേറിയ ചോദ്യത്തിൻ്റെ താക്കീതാണ് ആ ഉമറിൻ്റെ ചോദ്യത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത് സുഹൃത്തുക്കളെ. എന്നാൽ ഈ വിവേചനം അരങ്ങുവാഴുന്ന ഇക്കാലത്ത് അസന്നിഗ്ധമായി ഞാനൊന്ന് പറയട്ടെ, ഇസ്ലാമിനോളം മനുഷ്യാവകാശം മനുഷ്യ ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞ മറ്റൊരു മതമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ഒരു കുഞ്ഞിനും ബാലപീഡനം നേരിടേണ്ടി വരില്ല. ഇസ്ലാമിലൊരു സ്ത്രീക്കും പുരുഷൻ്റെ കഴുകക്കണ്ണുകളെ ഭയക്കേണ്ടി വരില്ല. ഇസ്ലാമിലെ ഓരോ പുരുഷനും തൻ്റെ യുവത്വം ഏതെങ്കിലും രാഷ്ട്രീയ കോമരങ്ങൾക്ക് മുന്നിലോ അധികാരിവർഗത്തിന് മുന്നിലോ അടിയറവ് വെക്കേണ്ടി വരില്ല. ഇസ്ലാമിലെ വയോജനങ്ങൾക്ക് തങ്ങളുടെ ശിഷ്ടകാലം ഏതെങ്കിലും വൃദ്ധസദനത്തിൻ്റെ ജയിലറകൾക്കുള്ളിൽ കിടന്ന് നരകിച്ച് തീർക്കേണ്ടി വരില്ല. കാരണം ഒന്നേയുള്ളൂ, ഇസ്ലാം മനുഷ്യാവകാശങ്ങൾ വെറുതെ പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങളും നടത്തി. അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇസ്ലാമിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം വെറും കാറ്റ് നിറച്ച ബലൂൺ പോലെയല്ല സുഹൃത്തുക്കളെ. ആദർശബോധം ഊട്ടിയുറപ്പിക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളാണ് ഇസ്ലാം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് 2.5 ദശാബ്ദക്കാലം കൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും നീചമായൊരു സമൂഹത്തെ മാനവികതയുടെ മഹിത പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും സാധിച്ചത്. നാം മനസ്സിലാക്കണമെന്നാൽ നിങ്ങൾ നോക്കൂ, 1945 51 അംഗരാജ്യങ്ങളുമായി തുടക്കം കുറിച്ച് ഇന്ന് 193 അംഗരാജ്യങ്ങളുടെ പിൻബലമുള്ള ഐക്യരാഷ്ട്രസഭയുടെ ദയനീയ മുഖം. ലോക സമാധാനത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി ന്യൂയോർക്കിലെ മാൻഹട്ടൻ ദ്വീപിൽ 17 ഏക്കർ സ്ഥലത്ത് തലയുയർത്തി നിൽക്കുന്ന UN മന്ദിരമുണ്ടല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ തല കുനിച്ചു നിൽക്കുകയാണ്. കാരണം അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ പിന്തുണയോടുകൂടി ഇസ്രായേൽ കിങ്കരന്മാർ ഫലസ്തീൻ എന്നൊരു കൊച്ചു രാജ്യത്തെ ചുട്ടുചാമ്പലാക്കുമ്പോൾ എന്തേ അതിലൊരക്ഷരം ഉരിയാടാനോ ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്താനോ സാധിക്കുന്നില്ല അവർക്ക്? കാര്യം വ്യക്തമാണ്, ആദർശബോധമില്ലാത്ത എല്ലാം വെറും പോയ്മുഖങ്ങളാണ്. അവിടെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദർശബോധത്തിലൂട്ടിയ മനുഷ്യാവകാശ പ്രഖ്യാപനം അറഫയിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അറഫ ഇന്നൊരു വികാരമാണ് ജനങ്ങൾക്ക്. അതുകൊണ്ട് ലോകമേറ്റെടുത്തു അറഫയെ. ആ പകരമില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ തന്നെയായിരുന്നു അതിന് കാരണം. എന്നാൽ ആധുനികരെന്ന് മേനി നടിക്കുന്ന ഇക്കാലത്തും നമ്മുടെ സമൂഹത്തിൽ വിവേചനങ്ങൾക്ക് തെല്ലും പന്നമില്ല. ചങ്ങമ്പുഴയുടെ വാഴക്കുല കവിതയിലൂടെ അദ്ദേഹം പറയുകയാണ്, മലയപ്പുലയനാമാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു, മനതാരിലാശകൾ പോലതിയിലോരോരോ
മരതക കുമ്പു പൊടിച്ചു വന്നു. അഥവാ ജന്മിക്കുടിയാൻ വ്യവസ്ഥയുടെ നീചമായ മുഖങ്ങൾ ഇന്നും നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം കാട്ടിത്തരികയാണ്. അവിടെയാണ് ഖുർആനും ഇസ്ലാമും മനുഷ്യനു വേണ്ടിയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും ഘോരഘോരം സംസാരിച്ച് ലോകത്തിന് വിസ്മയമായി മാറുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, ഒരുവനെങ്ങാനും അനാവശ്യമായോ ഏതെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ ഒരുവനെ കൊന്നാൽ ലോകത്തെ കൊന്നവനാണവൻ. ഒരുവന് ജീവൻ നൽകിയാൽ അവൻ മാലോകർക്ക് ജീവൻ നൽകിയവനാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഖുർആൻ മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. ഈ മനുഷ്യന് വേണ്ടിയാണ് ഖുർആൻ അത്യന്തം സംവദിച്ചത്. അവൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളാണ് ഖുർആൻ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്രയും സുന്ദരമായ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിഞ്ഞത്. അതിൻ്റെ പശ്ചാത്തലം തന്നെയാണ് ഈ ഇസ്ലാം ഈ ലോകത്താകമാനം വ്യാപിക്കാനുള്ള കാരണവും. സ്നേഹിതരെ, എന്നാൽ ഞാൻ നിങ്ങളോട് ഉറക്കെ പറയുകയാണ്, ഇസ്ലാമിൻ്റെ ആദർശ ശബ്ദമായ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിലേക്ക് എന്ന് ഈ ലോകം തിരിച്ചു സഞ്ചരിക്കുന്നില്ലയോ അന്ന് വരെയും ഈ നീചമായ വിവേചനത്തിൻ്റെ കരളലിയിക്കുന്ന കഥകൾ നമ്മൾ കേൾക്കേണ്ടി വരും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. 3 പ്രാവശ്യം പറഞ്ഞു പൂർണ്ണ മുഅ്മിനാവുകയില്ല. ചോദിച്ചു, ആരാ റസൂലേ പൂർണ്ണ മുഅ്മിനാവാത്തത്? പറഞ്ഞു, ഒരുവൻ്റെ അതിക്രമങ്ങളിൽ നിന്നും തൻ്റെ അയൽവാസി അവൻ നിർഭയനല്ല എങ്കിൽ അവൻ മുസ്ലിം ആവുകയില്ല, അവൻ പൂർണ്ണ മുഅ്മിനാവുകയില്ല. സുഹൃത്തുക്കളെ, ഇത്രയും സുന്ദരമായ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിഞ്ഞ മറ്റൊരു തത്വസംഹിതയുണ്ടോ ഈ ലോകത്ത്? മറ്റൊരു മതമുണ്ടോ ലോകത്ത്? ഇത്രയും സുന്ദരമായ മനുഷ്യാവകാശ ദർശനങ്ങൾ നടത്താൻ കഴിഞ്ഞ മറ്റൊരു ദർശനമുണ്ടോ ഈ ലോകത്ത്? ഈ ലോകം കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇസ്ലാമിനോളം മനുഷ്യാവകാശം മനുഷ്യ ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞ മറ്റൊരു മതവും ഈ ലോകത്തില്ല. അതിന് ചരിത്രം സാക്ഷിയാണ്, ഇന്ന് ഈ കാലഘട്ടം സാക്ഷിയാണ്, നമ്മുടെ ലോകം തന്നെ സാക്ഷിയാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.